ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോയോ? നമ്മളൊക്കെ പള്ളിയിൽ പോയി കുരിശൊക്കെ വരച്ച് എല്ലാം വന്നേക്കുവാണ്. അപ്പം നോയമ്പ് തുടങ്ങുമല്ലേ, ഇന്നോട്ട് 50 നോയമ്പ് തുടങ്ങുമല്ലേ. അപ്പം നോയമ്പിൻ്റെ ആദ്യത്തെ പടി നമുക്ക് നോക്കിയാൽ കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നേ. അത് ഞാൻ ഓർത്തന്ന് അച്ചാറിട്ട് വെച്ചേക്കാം. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം അച്ചാറിടുന്നത്. നല്ലെണ്ണ ഒഴിച്ച് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കാന്താരി ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല കാന്താരി ഇതെല്ലാം മൂട്ടോ. ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മൂപ്പിക്കാം. ഞാൻ ഇന്ന് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് മിക്സിക്കകത്തൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം മുളകൊക്കെ മൂത്ത് അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കണം. വേറെ മോഡലിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ശരിക്കും ഇതാവണം. അപ്പം വിനാഗിരിക്കകത്ത് കിടന്ന് ഒന്ന് തിളച്ച് വേവട്ടെ. ഇതിൽ നന്നായിട്ട് തിളച്ച് വേവണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കായപ്പൊടിയൊക്കെ ഇടണം. ഉലുവയും കടുകും പൊട്ടിച്ച് വറുത്ത് പൊടിച്ചതുണ്ട്, അത് ഇടണം. ഉപ്പിടാമേ നമുക്ക്. ഉപ്പും പൊടിയില്ല, കല്ലെടുക്കണമെങ്കിൽ അങ്ങോട്ട് അപ്പുറം പോയി എടുത്തിട്ട് വരണം. അപ്പം ഇതിൻ്റെ കൂട്ട് മാറിപ്പോവും. ചിലർ മധുരമൊക്കെ ഇടും കേട്ടോ, വെല്ലമൊക്കെ ഇടും. വേണമെങ്കിൽ ലേശം വെല്ലം ഇടണമെങ്കിൽ ഇടാം. നമ്മളങ്ങനെ മധുരം ചോദിക്കും. ഇതൊന്ന് ക്ലിയർ ആവട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാക്കി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവയും കടുകും പൊടിച്ചത്. അമ്മ ഒരു ലേശം ഒരു ബെല്ലം ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഒരു മുന്നൂറോളം ഒരു ബെല്ലം ഇട്ടിട്ടുണ്ട്. ഒരു ലേശം എന്തായാലും വെറൈറ്റി ഉണ്ടാക്കുമല്ലേ, നീ ഒരു ലേശം ഇടാക്കുന്നു. അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ കിട്ടൂലേ, അത് കൂട്ട് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ. നല്ല ബീറ്റ്റൂട്ട് ഹോട്ടലിലൊക്കെ ചോറിൻ്റെ കൂടെ കിട്ടും, പിന്നെ ബിരിയാണീൻ്റെയൊക്കെ കൂടെ കിട്ടും, ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന കൂട്ട് അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പറയണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.